നമ്മൾ അവിടെ നമ്മുടെ സരിത മാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സരിത മാം, താങ്ക് യു മാം, താങ്ക് യു. സരിത മാമിന് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കേരള സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി ടീം തൃശ്ശൂർ ഒരുക്കുന്ന ലഹരിക്കെതിരെ ഒരു ജനകീയ മലയാള സിനിമയാണ് ചേഞ്ച് എന്ന് ഇവിടെ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചോ സ്റ്റോറിയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സംസാരിച്ചത് പോലെ തന്നെ ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ ലഹരിക്കെതിരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ ഒരു സിനിമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സിനിമയ്ക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമ ജനം നെഞ്ചിലേറ്റട്ടെ എന്ന് ഒന്നുകൂടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് പറയുവാനുള്ളത്. ഇന്ന് എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി. എങ്ങനെ, എവിടെ എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരുടെ കയ്യിലും സുലഭമായി ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന കുട്ടികളാണ് ഞങ്ങളുടെ മുമ്പാകെ എത്തുന്നത്. പലരോടും പേഴ്സണലായി സംസാരിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷനുമില്ല, ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കൂട്ടുകൂടി നടക്കുമ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴുമൊക്കെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഫ്രണ്ട്സ് ഉണ്ടാവും, സമൂഹം ഉണ്ടാവും, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും എത്തിക്കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ കൂടെ പോകുവാൻ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ, ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്താനും കോടതികളിൽ കയറിയിറങ്ങി നടക്കാനും കൂടെ നടക്കുവാൻ അമ്മ അല്ലെങ്കിൽ ഭാര്യ. അവർ പിന്നെ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ പ്രയാസമാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കാൻ ജുഡീഷ്യറി എപ്പോഴും തയ്യാറായി വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയാണ്. സബ് ജഡ്ജ് റാങ്കിലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സെക്രട്ടറിയായി വരുന്നത്. ഞങ്ങൾക്കും ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, റീകണക്റ്റിംഗ് യൂത്ത് എന്നാണ്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ ലഹരിക്കെതിരെയുള്ള അവയർനെസ് ക്ലാസ്സുകളും അവർക്ക് ഓത്ത് ടേക്കിങ്ങും അതുപോലെ തന്നെ ചെറിയ പിയർ ഗ്രൂപ്പുകൾ ഫോം ചെയ്തുകൊണ്ട് അവർക്കിടയിൽ ഇതുപോലെ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി വേണ്ട കൗൺസിലിംഗ് നൽകുക, അവർക്ക് ആവശ്യമായ പരിഗണന നൽകുക, അവരെവിടെയാണ് അവർ വീക്കായിരിക്കുന്നുള്ള ഒരു സപ്പോർട്ട് നൽകുക എന്നൊക്കെയാണ് ഞങ്ങളുടെ ഈ റീകണക്റ്റിംഗ് യൂത്ത് എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞാൻ ഒരു അവയർനെസ് ക്ലാസ്സിൽ ഇനാഗുറേഷന് ചെന്നപ്പോഴാണ് ഇതിൻ്റെ സംവിധായകനായി അദ്ദേഹത്തെ പരിചയപ്പെടാനും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാനും ഉണ്ടായ സാഹചര്യം. ഈ ലഹരിക്കെതിരെ നിരന്തരമായ ക്ലാസ്സുകൾ, കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചുമതല. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കുട്ടികളെ കുട്ടികളാണ് ഈ ലഹരി മാഫിയകളുടെ ടാർഗറ്റ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്റ്റ് ആവില്ല, 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഇവർക്ക് ഫ്രീ ആയി ലഭ്യമാകുന്നു ലഹരി വസ്തുക്കൾ. 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥ വരുന്നു. ആ സമയം പിന്നെ ഇത് കിട്ടാനുള്ള
ഒരു ശ്രമത്തിലാണ്. ആദ്യം ഫ്രീ ആയി കിട്ടുന്നു, പിന്നെ പകുതി പൈസയ്ക്ക് കിട്ടുന്നു, പിന്നെ ഫുൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയിൽ പല കുറ്റകൃത്യങ്ങളും ചെയ്യുവാനായി കുട്ടികൾ തയ്യാറാകുന്നു. ചെറുതായി ഒന്ന് മോഷ്ടിക്കും, അതിനുശേഷം പിന്നെ വലിയ മോഷണങ്ങൾ. കാരണം ഡ്രഗ്സിനൊക്കെ നല്ല വിലയാണ്. ആദ്യം ഫ്രീ ആയി കിട്ടുന്ന ഒരു സാധനത്തിന് പിന്നെ നമുക്ക് അത് കൂടിയേ തീരൂ എന്നൊരു സാഹചര്യം ഇപ്പോൾ പണം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, നമ്മളെന്നും ടി വിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും വായിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ മദ്യത്തിന് അടിപ്പെട്ട് അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നു, പണം ചോദിച്ചും മുത്തശ്ശിമാരെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെ വാർത്തകളില്ലാത്ത